എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും മംഗളാശംസകൾ നേരുന്നു. ഞങ്ങളിന്നൊരു ക്രിസ്മസ് ഡിന്നർ പ്രിപ്പറേഷന് വേണ്ടി പോവുകയാണ്. സാധാരണ ഇവിടെ UK-യിൽ ക്രിസ്മസിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ടർക്കിയെ റോസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ്. അപ്പോൾ ടർക്കിയുടെ മീറ്റ് അധികം ഫ്ലേവർ ഇല്ലാത്ത വളരെ ബ്ലാൻഡ് ആയിട്ടുള്ള ഒരു മീറ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊരു ഗൂസിനെ റോസ്റ്റ് ചെയ്യുക, അതോടൊപ്പം തന്നെ കുറച്ച് വെജിറ്റബിൾസും എല്ലാം റോസ്റ്റ് ചെയ്തുള്ള ഒരു ഡിന്നറിന് വേണ്ടിയാണ് പോകുന്നത്. അപ്പോൾ അതിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. വെൽക്കം ടു ടേസ്റ്റ് ബഡ്സ് വേൾഡ് ഓഫ് ഫ്ലേവേഴ്സ്. ഏകദേശം ഒരു 4 കിലോ തൂക്കമുള്ള ഒരു ഗൂസാണ് ഞാൻ റോസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. ആ ഗൂസിൻ്റെ ഹാർട്ട്, ലിവർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരത് കട്ട് ചെയ്തൊരു കവറിലാക്കി ആ ഗൂസിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ പാർട്ട് ആദ്യമേ എടുത്തു മാറ്റും. നമുക്ക് പിന്നീട് അതുപോലെ സൂപ്പ് ഉണ്ടാക്കാനൊക്കെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം ഇത് ഭയങ്കര ഫാറ്റുള്ള ഒരു ബേർഡാണ്. അപ്പോൾ അതുകൊണ്ട് എക്സ്ട്രാ ആയിട്ടുള്ള ഫാറ്റൊക്കെ ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നു. അതുപോലെ തന്നെ ആ വിങ്സിൻ്റെ ആവശ്യമില്ലാത്ത പാർട്ടുകളൊക്കെ കട്ട് ചെയ്ത് മാറ്റുന്നു. എന്നിട്ട് ഒരു പേപ്പർ കിച്ചൺ ടവൽ യൂസ് ചെയ്തിട്ട് ഞാൻ അതിലെ വെള്ളത്തിൻ്റെ അംശം മുഴുവനെ തുടച്ച് മാറ്റുന്നു. ഇനി ഇത് സീസൺ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കുരുമുളകും ഉപ്പും ഞാൻ ആ ഗൂസിൻ്റെ ഉള്ളിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുന്നു. ഇനി ഒരു ഓറഞ്ച് നടുവേ കട്ട് ചെയ്തത്, ഒരു ലെമൺ നടുവേ കട്ട് ചെയ്തത്, സവാള വലിയ പീസായിട്ട് കട്ട് ചെയ്തത്, ബേ ലീഫിൻ്റെ കൂടെ തൈമും റോസ്മേരിയും ഇങ്ങനെയുള്ള സാധനങ്ങൾ ഞാൻ ആ ഗൂസിൻ്റെ ഉള്ളിൽ വെച്ച് അതിൻ്റെ കാല് രണ്ടും കൂടെ കൂട്ടിക്കെട്ടുന്നു. ഞാൻ ഇന്ത്യൻ സ്പൈസസ് ഒന്നും തന്നെ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ടില്ല. ഇത് റോസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിട്ടില്ല. ഇനി നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇത് ഭയങ്കര ഫാറ്റായിട്ടുള്ളൊരു ഫാറ്റുള്ള ബേർഡ് ആയതുകൊണ്ട് ഞാൻ ഒരു ചെറിയ സ്ക്യൂർ വെച്ച് അതിൻ്റെ സ്കിന്നിൽ ഒരു ചെറിയ ഹോൾസ് ഉണ്ടാക്കി കൊടുക്കുന്നു. ഈ നമ്മൾ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ ഫാറ്റ് വെളിയിലേക്ക് വരാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ആ ഗൂസിൻ്റെ പുറത്ത് വീണ്ടും അതിനെ സീസൺ ചെയ്യുന്ന ആവശ്യത്തിന് ഉപ്പും കുരുമുളകും അതിൻ്റെ പുറത്ത് തേച്ച് പിടിപ്പിക്കുന്നു. ഇനി ഇത് 4 കിലോ ഉള്ള ഗൂസാണ് ഞാൻ പറഞ്ഞു. ഇതിൻ്റെ ഒരു വേകുന്നതിൻ്റെ ഒരു കണക്കെന്ന് പറയുന്നത് ഓരോ 1/2 കിലോയ്ക്കും 15 മിനിറ്റ് വീതം നമ്മൾ അവനിൽ വയ്ക്കണമെന്നാണ്. അപ്പം ഇത് 4 കിലോ ഉള്ളതുകൊണ്ട് ഏകദേശം എനിക്കൊരു 2 മണിക്കൂർ കൊണ്ട് ഇത് വെന്ത് കിട്ടും. അപ്പം 180 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ഞാൻ ആദ്യമേ 1 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് അവനിൽ വയ്ക്കുന്നു. അതിനുശേഷം നമുക്കതിൻ്റെ പുറത്ത് ഗ്ലേസ് തേച്ച് കൊടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ആ ഗ്ലേസ് ഞാൻ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിന് ഞാൻ കുറച്ച് ഓറഞ്ച് ജ്യൂസും ഹണിയും എടുത്തിട്ടുണ്ട്. അതുകൂടാതെ കുറച്ച് സിനമൺ പൗഡർ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് 1 മണിക്കൂറിന് ശേഷം നമ്മൾ ഈ ഗൂസിനെ വെളിയിലെടുത്ത് എല്ലാ 15 മിനിറ്റ്സിലും നമ്മൾ ഈ ഗ്ലേസ് അതിൻ്റെ പുറത്ത് തേച്ച് കൊടുത്ത് വീണ്ടും നമ്മൾ റോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇനി ഞാൻ സ്റ്റഫിങ് പ്രിപ്പയർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റഫിങ് ഗൂസിന് ഉള്ളിൽ വെച്ചിട്ടല്ല പുറത്ത് വെച്ചാൽ ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുറച്ച് മിൻസ്ഡ് പോർക്ക്, ക്രാൻബെറി ഉണ്ട്, അതുപോലെ തന്നെ ബേക്കൺ പീസാക്കിയതുണ്ട്, ഒരു മുട്ടയുടെ യോക്കുണ്ട്, ബ്രെഡ് ക്രംസ് ഉണ്ട്, അതുപോലെ തന്നെ ക്രാൻബെറി സോസ് ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ ആദ്യമേ കുറച്ച് കുരുമുളക് പൊടിയും അതോടൊപ്പം തന്നെ ഒനിയൻ അരിഞ്ഞതും ചേർത്തിരുന്നു. ഇനി ഒരു ഓറഞ്ചിൻ്റെ സെസ്റ്റ്, അതിൻ്റെ തൊലി ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനത് ഗ്രേറ്റ് ചെയ്തിടുന്നുണ്ട്. എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ടത് മിക്സ് ചെയ്യാം. ഇനി അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് സ്പൈസസ് ചേർക്കുന്നു. തൈമാണ് ഞാൻ ചേർക്കുന്നത്. ഇപ്പോൾ പോർക്ക് മീറ്റിൻ്റെ കൂടെ മധുരം നല്ലൊരു കോമ്പിനേഷനാണ്. സാധാരണ രീതിയിൽ ഇവിടെ ആൾക്കാർ ചെയ്യുക പോർക്കും ആപ്പിൾ സോസും നല്ലൊരു കോമ്പിനേഷനാണ്. ഇനി ഞാൻ കൈയൊന്ന് വെറ്റാക്കിയിട്ട് ഇതിനെ ചെറിയ ബൈറ്റ് സൈസ് ബോളായിട്ട് മാറ്റുന്നു. എനിക്കും ആദ്യമൊക്കെ മീറ്റിൻ്റെ കൂടെ മധുരം കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓക്വേർഡ് ഫീലിംഗ് ആയിരുന്നു. പക്ഷേ അത് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ നന്നായിട്ട് തോന്നിയിട്ടുണ്ട്. ഇനി നമ്മൾ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പൊട്ടാറ്റോ അത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ വെള്ളത്തിലിട്ട് അടുപ്പത്ത് വെച്ചിരിക്കുകയാണ് അത് ബോയിൽ ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ആ ഗൂസിനെ വെളിയിലെടുക്കുന്നു. പിന്നെ നോക്കി നമുക്ക് കാണാൻ പറ്റും ആ ട്രേയിൽ ഇഷ്ടം പോലെ ഗൂസിൻ്റെ ഫാറ്റ് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഗൂസിൻ്റെ ഫാറ്റ് കളയുന്നില്ല. നമ്മൾ പൊട്ടാറ്റോ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഫാറ്റിലാണ് നമ്മൾ റോസ്റ്റ് ചെയ്യുക. അത് ഇവിടുത്തെ ഒരു ക്രിസ്മസ് സ്പെഷ്യാലിറ്റിയാണ്. ഇവിടെ സാധാരണ രീതി നമ്മുടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഗൂസിൻ്റെ ഫാറ്റ് മാത്രമായിട്ട് സെപ്പറേറ്റ് വാങ്ങിക്കാൻ കിട്ടും പൊട്ടാറ്റോ ഒക്കെ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്ന് നോക്കിയാൽ നമുക്ക് ഏകദേശം 1 കപ്പോളം ഗൂസിൻ്റെ ഫാറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന ആ ഗ്ലേസ് ഞാൻ ആ ഗൂസിൻ്റെ പുറത്ത് തേച്ച് കൊടുക്കുകയാണ്. ഇത് നമ്മൾ എല്ലാ 15 മിനിറ്റ്സിലും ഇനി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കും.
വീണ്ടും അത് അവനിലേക്ക് പോകുന്നു. പൊട്ടറ്റോ ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഞാനത് സീസൺ ചെയ്യുന്ന ആവശ്യത്തിന് ഉപ്പിടുന്നു. അതിനുശേഷം അത് ഡ്രെയിൻ ചെയ്തെടുക്കുന്നു. വീണ്ടും നമ്മൾ അടുത്ത ട്രിപ്പ് ഗ്ലേസിങ് തേക്കാൻ പോവുകയാണ്. വീണ്ടും ഞാൻ ഗൂസിനെ വെളിയിലെടുത്ത് വീണ്ടും അത് ഗ്ലേസ് അതിൻ്റെ പുറത്ത് അപ്ലൈ ചെയ്യുന്നു. വീണ്ടും അത് ഓവനിലേക്ക് പോകുന്നു. അപ്പം നമ്മൾ ഈ പ്രോസസ്സ് ഒരു 4 പ്രാവശ്യം നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ടതുണ്ട്. ടോട്ടൽ നമ്മൾ 2 മണിക്കൂറാണ് ഇത് റോസ്റ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള വെജിറ്റബിൾസ് പ്രിപ്പയർ ചെയ്യുവാണ്. നമ്മളിവിടെ വെജിറ്റബിൾസ് ആയിട്ട് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് പാഴ്സ്നിപ്പും അതുപോലെ തന്നെ ക്യാരറ്റുമാണ്. ഇനി ഞാൻ നമ്മൾ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള വെജിറ്റബിൾസ് ഒന്ന് സീസൺ ചെയ്യുന്ന ഉപ്പും കുരുമുളകും തേച്ച് അതോടൊപ്പം ഒലിവ് ഓയിലും കൂടെ തേച്ച് നമ്മൾ അത് റോസ്റ്റ് ചെയ്യും. പിന്നീട് ഉപ്പും കുരുമുളകും ഒലിവ് ഓയിലും. ഇനി നമ്മൾ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പൊട്ടാറ്റോ ഒരു ട്രേയിൽ വയ്ക്കുന്നു. ഇനി അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഗൂസിൻ്റെ ഫാറ്റിലാണിത് റോസ്റ്റ് ചെയ്യാൻ പോണേ. ഇനി കുറച്ച് വെളുത്തുള്ളി ഞാൻ ക്രഷ് ചെയ്തിടുന്നു പൊട്ടറ്റോയുടെ കൂടെ. അതോടൊപ്പം തന്നെ കുറച്ച് റോസ്മേരി. ഇനി ആവശ്യത്തിന് ഗൂസ് ഫാറ്റ് ഒഴിക്കുക. നമ്മുടെ ഗൂസ് റെഡി ആയിട്ടുണ്ട്. ഇപ്പം 2 മണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ ഇനി അതിനെ ഒരു അലുമിനിയം ഫോയിൽ പേപ്പർ കൊണ്ട് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തേക്കുക. അത് ടൈറ്റായിട്ട് കവർ ചെയ്യേണ്ട, ലൂസായിട്ട് ജസ്റ്റ് കവർ ചെയ്യുക, മീറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് റോസ്റ്റ് ചെയ്യാനുള്ള വെജിറ്റബിളും പൊട്ടറ്റോയും അവനിൽ വയ്ക്കുന്നു. ഇനി നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത് പിഗ് ഇൻ ദ ബ്ലാങ്കറ്റ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയ സോസേജ് ബേക്കണിൽ നമ്മൾ പൊതിഞ്ഞെടുക്കുന്നു. അടുത്തത് ഇതിനു വേണ്ടിയുള്ള വെജിറ്റബിൾസ് ആണ്. അപ്പോൾ ആ വെജിറ്റബിൾ എന്താ പറയുക, നമ്മൾ കുക്ക് ചെയ്യുന്ന കൂടെ നമുക്കുള്ളതെന്ന് പറയുന്നത് ബ്രസൽ സ്പ്രൗട്ടാണ്. ബ്രസൽ സ്പ്രൗട്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം ഇവിടെയുള്ളൊരു ക്രിസ്മസ് സ്പെഷ്യാലിറ്റിയാണ്. ഒരു കാബേജ് പോലെ ടേസ്റ്റുള്ള ഒരു വെജിറ്റബിളാണ് ഈ ബ്രസൽ സ്പ്രൗട്ട് എന്ന് പറയുന്നത്. ക്രിസ്മസ് സീസണിലാണ് അത് ഏറ്റവും കൂടുതൽ, ക്രിസ്മസ് ഈസ്റ്റർ അങ്ങനെയുള്ള സമയത്താണ് ഇവിടെ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത്. മാർക്കറ്റിലൊക്കെ അത് ഇഷ്ടം പോലെ നമുക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ കാബേജൊക്കെ അരിയുന്ന പോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിൽ കുറച്ച് ബട്ടർ ഇട്ടതിന് ശേഷം ആ ബട്ടർ കരിയാതിരിക്കാൻ വേണ്ടി അല്പം വെജിറ്റബിൾ ഓയിലും കൂടെ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ബ്രസൽ സ്പ്രൗട്ട് ഞാൻ ആ പാനിലേക്ക് ഇടുന്നു. അല്പം ഉപ്പ് ചേർക്കുന്നു. അല്പം കൂടി ബട്ടർ ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വാൽനട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ചേർക്കുന്നു. അതുകൂടാതെ കുറച്ച് റേസിൻസ്, നമ്മുടെ ഉണക്കമുന്തിരി, അവ കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നു. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ വെജിറ്റബിൾസിൽ നമുക്കൊരു ചെറിയ ഗ്ലേസിങ് ചേർക്കേണ്ടതുണ്ട്, പുരട്ടി കൊടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഹണിയാണ് ചേർക്കുക. ഹണി ഒരു പാത്രത്തിൽ എടുത്തിട്ട് അതിനെ ഞാനൊരു ബ്രഷ് വെച്ചിട്ട് ആ വെജിറ്റബിളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. ഇനി നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത് പീസാണ്, പീസും മിൻറ്റും, ഗ്രീൻ പീസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാനിൽ കുറച്ച് ബട്ടർ, വെളുത്തുള്ളി ചെറിയ പീസായിട്ട് അരിഞ്ഞത്, റോസ്മേരി ഇവ ചേർക്കുന്നു. ഇനി അതിലേക്ക് കുറച്ച് ചിക്കൻ്റെ സ്റ്റോക്ക്, ഇനി അതിലേക്ക് നമ്മൾ ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കുന്നു. ഇനി ഇത് സീസൺ ചെയ്യുക. നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുകൂടാതെ അല്പം ലൈം ജ്യൂസും കൂടെ ചേർത്തിട്ടുണ്ട്, ചെറിയ പുളി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന പിഗ് ഇൻ ദ ബ്ലാങ്കറ്റും അതോടൊപ്പം തന്നെ നമ്മുടെ സ്റ്റഫിങ്ങും ഓവനിൽ പോയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം കുരുമുളക് പൊടി, ഇനി അതിലേക്ക് ആവശ്യത്തിന് മിൻറ്റ് ചെറിയ പീസായിട്ട് അരിഞ്ഞത്, മിൻറ്റ് ലീവ്സ് അരിഞ്ഞത് നമ്മൾ ചേർക്കുന്നു.
അപ്പോൾ ഇതും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇവിടെ ക്രിസ്മസിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ്, ഈ പീസും മിൻറ്റും എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ എന്താ പറയുക സ്റ്റഫിങ്ങിൽ നമുക്കൊരു ഗ്ലേസിങ് അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ അത് വെളിയിലെടുത്ത് അതിലല്പം ക്രാൻബെറി സോസ് അല്പം വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം അത് ഞാൻ ആ സ്റ്റഫിങ്ങിൽ പുരട്ടി കൊടുക്കുന്നു. നമ്മൾ ഈ പ്രിപ്പയർ ചെയ്യുന്ന ഡിഷുകളെല്ലാം തന്നെ സാധാരണ ഇവിടെ ഇംഗ്ലണ്ടിൽ അവർ ക്രിസ്മസ് സ്പെഷ്യാലിറ്റി ആയിട്ട് യൂസ് ചെയ്യുന്ന, അതിനുവേണ്ടി സെർവ് ചെയ്യുന്ന, അല്ല ആ സമയത്ത് സെർവ് ചെയ്യുന്ന ഡിഷസാണിത്. ഇപ്പം നമ്മുടെ ഡിഷുകളെല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ റോസ്റ്റ് പൊട്ടറ്റോ ഉണ്ട്, അവിടെ ഗ്രേവി ഉണ്ട്, പിഗ് ഇൻ ദ ബ്ലാങ്കറ്റ് ഉണ്ട്, സ്റ്റഫിംഗ് ഉണ്ട്, നമ്മുടെ റോസ്റ്റ് വെജിറ്റബിൾസ് ആണ്, അതുപോലെ തന്നെ പീസ്, അതാണ് നമ്മുടെ മെയിൻ താരം ഗൂസ്. അപ്പോൾ ക്രാക്കേഴ്സ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, Two, one. Amma. I got tweezers. Oh, I got some cards. I got sharpener. Sorry. I got some tweezers. And I've got a joke. I've got a joke. What does an angry kangaroo do? I don't know. Get hopping mad. അപ്പോൾ ഞങ്ങൾ ഈ ഡിന്നർ ഒന്ന് ഫിനിഷ് ചെയ്യട്ടെ. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണുമ്പോഴേക്കും ഗുഡ് ബൈ.